അസ്സലാമലൈക്കും. നമുക്ക് നല്ല മധുരമുള്ള മാങ്ങനോട് നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കാം. മാങ്ങൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഐസ്ക്രീമാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ 3 മാങ്ങയാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. മാങ്ങയൊക്കെ ചെത്തി അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പൊക്കെ എടുത്ത് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അതുകൊണ്ട് ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. ഈ മാങ്ങയൊക്കെ ചെത്തിയിട്ട് അതിൻ്റെ പൾപ്പൊക്കെ ഒരു പാത്രത്തേക്ക് മാറ്റി നമുക്കതൊരു മിക്സിക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കണം. ഇതവിടെ കിടക്കട്ടെ. നമുക്ക് ഒരു പാത്രത്തേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ബീറ്റർ കേടായതുകൊണ്ട് ഞാൻ വിസ്ക് എടുത്തത്. അപ്പോൾ ഇത്രത്തോളം പഫിയാവുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഈ ഐസ്ക്രീം സെറ്റാക്കുന്ന പാത്രത്തേക്ക് തന്നെയാണ് ഞാൻ ആ വിപ്പിംഗ് ക്രീം മാറ്റും ചെയ്തത്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മാങ്ങൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ചാണ് മാറ്റി വെച്ചത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. മാങ്ങനെ നല്ല മധുരമാണ്, അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് 2 തുള്ളി വാനില എസൻസും ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വിപ്പിംഗ് ക്രീമും മാങ്ങൻ്റെ പൾപ്പും പിന്നെ എല്ലാം മിൽക്ക് മെയ്ഡൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച പൾപ്പില്ല അത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐസ്ക്രീം ആട്ടത്. അധികം പണിയൊന്നുമില്ല. നമുക്കിങ്ങനെ പിന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്കിത് സെറ്റാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കാം. നമുക്ക് ഐസ്ക്രീം എടുത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ നല്ല സെറ്റായും ചെയ്തതിന്. പിന്നെ നല്ല സ്മൂത്താണ്, തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയാം കേട്ടോ. എല്ലാവിധ സപ്പോർട്ടും ചെയ്യണം കേട്ടോ.